ഹലോ എവരി വൺ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നല്ലൊരു മഴയുള്ള ദിവസമാണ് കേട്ടോ. അപ്പോൾ നല്ല മഴ രാവിലെ തന്നെ തുടങ്ങിയിട്ടുണ്ടായി. അപ്പോൾ എൻ്റെ ഉമ്മ ഫാമിലി എൻ്റെ ഉപ്പ എല്ലാം വന്നിട്ടുണ്ടായി കേട്ടോ. ആങ്ങളെൻ്റെ വൈഫ്. അപ്പോൾ ഉമ്മ വന്നപ്പോൾ ഉമ്മ ആക്കിയ കറിയാണ് മാങ്ങക്കറി. പിന്നെ ഇതിൻ്റെ ബാബി കൊടുത്തതാണ് കേട്ടോ. ബാബി ഉണ്ടായി 2 ദിവസം. അന്നൊന്നും വീഡിയോ എടുക്കാൻ പറ്റില്ല കേട്ടോ, ഇത്ര തിരക്കായിപ്പോയി. അപ്പോൾ ബാബിൻ്റെ ഒരു വന്നപ്പോൾ കൊടുത്തതാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സ്റ്റാർ ഫ്രൂട്ട് എന്ന് ഞങ്ങൾ പറയും. നിങ്ങൾ എന്ത് പറയുന്നു ഇതിലൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ ഈ ഫ്രൂട്ടിന്. അപ്പോൾ ഉമ്മൻ്റെ ഉള്ള ദിവസമാണ് കേട്ടോ. അപ്പോൾ അന്നത്തെ ദിവസത്തെ വീഡിയോ എടുക്കാമെന്ന് ഞാൻ വിചാരിച്ചു. അപ്പോൾ ഇതിപ്പോൾ ഞാനും ആങ്ങളും വൈഫും കുട്ടികളൊക്കെ ചിക്മോൾ പോണതാണ് കേട്ടോ. ചിക്മോൾ എന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് സ്കൂൾ സ്റ്റാർട്ടായി. അപ്പം കുട്ടികൾക്ക് ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ എല്ലാം വാങ്ങാനുണ്ടായിട്ടോ. അപ്പോൾ രാവിലെ തുടങ്ങിയ മഴ, നല്ല മഴത്ത് തന്നെ ഞങ്ങൾ പോയിട്ടുണ്ടായിട്ടോ. പിന്നെ ഞങ്ങൾ കുട്ടികൾക്ക് ബാക്ക് ടു സ്കൂളിൻ്റെ സാധനങ്ങൾ വാങ്ങാൻ പോയതുമല്ല, അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ വേറെ കുറേ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിട്ടോ. അപ്പോൾ ആങ്ങളൻ്റെ വൈഫെല്ലാം ഉള്ളതുകൊണ്ട് ഞങ്ങൾക്കൊന്ന് ചെറുതായിട്ടൊന്ന് ചുറ്റിക്കറങ്ങി വരാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഞങ്ങൾ പിന്നെ ഒരു അസർ നിസ്കാരമെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ വിട്ടതാണ്. അപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് പോയിട്ടുള്ളത് മാൾക്കാണ് കേട്ടോ. ഞങ്ങൾ ചിക്കമംഗ്ലൂരിൽ വിശാൽ മാൾ പറഞ്ഞിട്ടൊരു മാളുണ്ട്. അവിടേക്കാണ് മെയിനായിട്ട് പോയി. ഇത് സിറ്റിയിൽ എന്നിട്ടല്ല, സിറ്റിയിലെല്ലാം കഴിഞ്ഞിട്ട് കുറച്ച് ഇങ്ങോട്ടുള്ളതാണ് കേട്ടോ. ഞങ്ങൾ പോണ വഴിക്ക് കിട്ടും ഞങ്ങൾക്ക്. അപ്പം കുട്ടികളും ചെറിയ മോൻ സ്കൂളിൽ പോയിട്ടുണ്ടാവും. ക്ലാസ് തുടങ്ങിയിട്ടുണ്ട്. പിന്നെ വലിയ മോൾക്ക് ഫസ്റ്റ് ഇയർക്ക് അഡ്മിഷൻ ആയിട്ടില്ല, ആക്കണം. പിന്നെ മോൾക്ക് അഡ്മിഷൻ ആയിട്ടുണ്ട്, പക്ഷേ പോയിട്ടില്ല. എൻ്റെ പേരൊക്കെ ആരെങ്കിലും വിരുന്നേരം വന്നപ്പോഴാണ് എൻ്റെ മോൾ തീരെ സ്കൂളിൽ പോകാൻ കേൾക്കില്ല കേട്ടോ. അപ്പോൾ മാൾക്ക് പോയപ്പോൾ ഞങ്ങൾ ആദ്യം കുട്ടികളതെല്ലാം സൈഡിൽ വെച്ചിട്ട് ഞങ്ങൾക്ക് എന്ത് വേണമെന്ന് ആദ്യം നോക്കിക്കൊണ്ട് നടന്നു കേട്ടോ. അങ്ങനെ ആങ്ങളൻ്റെ വൈഫ് കുറേ സാധനങ്ങളൊക്കെ വാങ്ങി. ഓരിങ്ങനെ എപ്പോൾ ചിക്കമൊന്നും വരില്ല കേട്ടോ. ഓര് എന്തെങ്കിലും ഇങ്ങനെ എൻ്റെ പെരേക്ക് വന്ന് ഇങ്ങനെ ചുറ്റിക്കറങ്ങും, അത്ര അല്ലാതെ ചിക്കമോൾക്കായിട്ട് വരാനുള്ള കാരണമൊന്നുമില്ല. പിന്നെ എൻ്റെ ആങ്ങൾ അപ്പോൾ ഇടയ്ക്കും തലക്കും വന്നിട്ട് എന്തെങ്കിലും വാങ്ങിക്കൊണ്ടാവും കേട്ടോ. അപ്പോൾ ആങ്ങളൻ്റെ വൈഫ് ഉള്ളതുകൊണ്ട് ഞങ്ങളൊന്ന് ചെറുതായിട്ട് ചുറ്റിക്കറങ്ങി വരാമെന്ന് ഓണം കൂട്ടിയിട്ട് ഞങ്ങൾ പോകുന്നതായിട്ട്. അപ്പം എൻ്റെ ആങ്ങളൻ്റെ വീട് കെട്ടണമെന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടായില്ലേ, എൻ്റെ അമ്മാൻ്റെ വീട്. അപ്പോൾ അവിടേക്കുള്ള കുറേ സാധനങ്ങളൊക്കെ നോക്കിയിട്ട് വെക്കുകയാണ് കേട്ടോ. ഇപ്പം തന്നെ പേരെ പണി കഴിഞ്ഞാൽ പിന്നെ വന്നിട്ട് ഞങ്ങൾക്ക് ഇവിടുന്ന് തന്നെ ഒന്ന് എടുത്ത് കൊണ്ടുപോകാമല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ ഈ ചെറിയ വണ്ടിയിലൊന്നും കൊണ്ടുപോകാനാവില്ല, വലിയൊരു ലാരിയൊക്കെ ഇട്ടിട്ട് വരണം പറഞ്ഞിട്ട് ചിരിച്ചിങ്ങോണ്ട് നിൽക്കുന്നതാണ് കേട്ടോ ഞങ്ങൾ. അപ്പം കുട്ടികൾക്ക് ലഞ്ച് ബോക്സ് വേണം വിചാരിച്ചിട്ട് നോക്കിയത്, പക്ഷേ ഏതും ഇഷ്ടപ്പെട്ടില്ല. പിന്നെ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളറിൽ എല്ലാം ഒരേ കളറായിരുന്നു, ബ്ലൂ കളറ്. പിന്നെ എൻ്റെ ആങ്ങളെ ഒന്ന് നോക്കി, പക്ഷെ അത് സ്റ്റീലല്ല കേട്ടോ, പ്ലാസ്റ്റിക്. ഇപ്പോൾ സ്കൂൾക്ക് സ്റ്റീലിൻ്റെ ബോക്സ് മാത്രമേ കൊണ്ടുപോകാൻ പറ്റുള്ളൂ എന്നായതുകൊണ്ട് പ്ലാസ്റ്റിക് ബോക്സ് ഒന്നും എടുക്കാൻ തീരെ താല്പര്യമൊന്നുമില്ല ആർക്കും കേട്ടോ. അപ്പം കുട്ടികൾക്ക് ലഞ്ച് ബോക്സ് ഞങ്ങൾ നോക്കിയിട്ട് വിട്ടു. പിന്നെ എൻ്റെ മോൾക്ക് ആൾറെഡി ഞാൻ ലഞ്ച് ബോക്സ് വാങ്ങിയിട്ടുണ്ടായിട്ടോ. ഓൾ കുറച്ചേക്ക് മാത്രമല്ല ഇപ്പം ചോറ് കൊണ്ടുപോകാനുള്ളത്, പക്ഷേ ആ മക്കൾക്ക് 2 ആൾക്ക് ചോറൊന്നും കൊണ്ടുപോകാനില്ല കേട്ടോ. ഇതിപ്പോൾ ആങ്ങളൻ്റെ മോൾക്ക് നോക്കണതാണ്, പക്ഷേ അത് അകത്ത് നോക്കുമ്പോൾ പ്ലാസ്റ്റിക്കാണ് കേട്ടോ. പ്ലാസ്റ്റിക് ആയതുകൊണ്ട് ഞങ്ങൾ എടുത്തില്ല, തിരിച്ച് അവിടെ തന്നെ വെച്ചിട്ടുണ്ടായി കേട്ടോ. പിന്നെ മെയിനായിട്ട് വേണത് കുട്ടികൾക്ക് വാട്ടർ ബാട്ടിലാണ്. വാട്ടർ ബാട്ടിൽ പിന്നെ ഞാൻ അതിൻ്റെ ഇടയ്ക്ക് ഒരു സ്പ്രേ എൻ്റെ ചെടികൾക്കെല്ലാം ഒന്ന് മരുന്നടിക്കണം, എല്ലാം പൊയ്വ് പിടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിനൊന്ന് മരുന്ന് കൊണ്ടടിക്കണം വിചാരിച്ച് ഞാൻ ഒരു സ്പ്രേ ബാട്ടിൽ എടുത്തതാണ്. പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ മക്കൾക്ക് വേണം ഇതെല്ലാം പറക്കിയിട്ട് കൊട്ടലാക്കുന്നുണ്ട് കേട്ടോ. ഓർക്ക് എന്ത് വേണം, പിന്നെ എല്ലാം കയ്യിൽ കിട്ടുന്നതുകൊണ്ട് ഏത് വേണം എല്ലാം കൊടുന്ന് ആകെ കൊട്ട നിറച്ചിങ്ങോണ്ട് കേട്ടോ. കുട്ടികൾക്ക് പിന്നെ ഇങ്ങനത്തെ കളർ വാട്ടർ ബാട്ടിൽ എല്ലാം നല്ല ഇഷ്ടമാണ്. എൻ്റെ മോൾക്ക് വാട്ടർ ബാട്ടിലുണ്ട്, പക്ഷേ അവിടെ കണ്ടപ്പോൾ പിന്നെ വേണമെന്നായി. അങ്ങനെ അവിടെ നിന്നുള്ളതിൽ നല്ല ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നല്ല ഓഫറുണ്ട്. വാട്ടർ ബാട്ടിലെല്ലാം ഭയങ്കര കുറവ് വിലയാണ്. പിന്നെ ഞങ്ങൾക്ക് പെണ്ണുങ്ങൾക്ക് മെയിൻ പരിപാടി എവിടെ പോയി പറഞ്ഞാലും അടുക്കളക്കുള്ള സാധനങ്ങൾ നോക്കലാണ് കേട്ടോ. എനിക്ക് തവ വേണ്ടായിരുന്നു, അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഭയങ്കര വിലയാണ് അവിടെ. അപ്പോൾ അത് അങ്ങനെ വെച്ചിട്ട് വന്നതാണ്. പിന്നെ ഇത് കണ്ടുകൊണ്ട് നിൽക്കാൻ നല്ല രസമല്ലേ. ഈ ഷോയെല്ലാം വെക്കാൻ വലിയ വീട്, ഞങ്ങളുടെ വീട്ടിലൊന്നും വെക്കാൻ പറ്റില്ല കേട്ടോ, പുക പിടിച്ചിട്ട് അങ്ങോട്ട് പോകും. വലിയ വീട്ടിലെല്ലാം വെക്കാൻ നല്ല സ്റ്റൈലായിട്ടുണ്ടാവും. പക്ഷെ പാത്രത്തിലെല്ലാം ബൈ 1 ഗെറ്റ് 1 ഫ്രീ ഉള്ളതുകൊണ്ട് അതിങ്ങനെ നോക്കിങ്ങോണ്ട് നിൽക്കുക കേട്ടോ. വീട്ടിൽ നിന്ന് പോയത് ഞങ്ങൾ കുട്ടികൾക്കുള്ള സാധനം വാങ്ങാനാട്ടോ. പക്ഷേ അവിടെ പോയി നോക്കുമ്പോൾ കുട്ടികൾക്ക് എല്ലാം ഞങ്ങളിതെല്ലാം കഴിഞ്ഞിട്ടാണ് കുട്ടികൾക്ക് നോക്കാൻ പോയിട്ടുണ്ടായി. നല്ല ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ ഓഫറിലാണ്. 300 സംതിങ് ആണ് കേട്ടോ ഈ ബെഡ്ഷീറ്റിനെല്ലാം. 400ഉം 300ഉം 500 അങ്ങനെയൊക്കെ വരുന്നുണ്ട് കേട്ടോ. പിന്നെ നല്ല ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ടായി കേട്ടോ. ഇവിടെ എപ്പോഴും ഓഫറും കാര്യങ്ങളൊക്കെ നല്ല ഉണ്ടാവും കേട്ടോ. പിന്നെ ഞങ്ങൾ അവിടുന്ന് പിന്നെ അങ്ങോട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇതെൻ്റെ ആങ്ങളെ ഓർക്ക് 2 പില്ലോ വേണം പറഞ്ഞിട്ട് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് കേട്ടോ. പില്ലോ 100 റുപ്പീസിന് പിടിച്ചിട്ട് 500 വരെയുള്ള പില്ലോസും ഉണ്ട് കേട്ടോ. അപ്പോൾ 2 പില്ലോ ഞങ്ങൾ അവിടുന്ന് എടുത്തിട്ടുണ്ടായി. നല്ല മെത്തനെ ഉള്ള പില്ലാണ് കേട്ടോ, നല്ല സോഫ്റ്റായിട്ടുണ്ടാകുന്ന പില്ലോ വേണം പറഞ്ഞിട്ട് വാങ്ങിയതാണ്. അങ്ങനെ ഞങ്ങളവിടെ പില്ലോ എല്ലാം വാങ്ങിയിട്ട് പിന്നെ എൻ്റെ അമ്മക്കൊരു ചെരുപ്പ് വേണ്ടിയായിരുന്നു കേട്ടോ. ഇങ്ങനെ ഉളുവാക്കുമ്പോൾ എല്ലാം ഇട്ട് ചവിട്ടാനുള്ളൊരു ചെരുപ്പ് വേണം പറഞ്ഞിട്ട് ഞങ്ങളവിടുന്ന്
ചെരുപ്പും കാര്യമൊക്കെ. ഇത് കാലി 100 രൂപ എന്തോ ഉള്ളത് കേട്ടോ. ഏകദേശം ഒരു 100 രൂപ അത്ര 99 റുപ്പീസോളം വരും ഈ ചെരുപ്പിന്. ഏത് ഡിസൈനും ഏത് കളർ വേണം കിട്ടും കേട്ടോ. അങ്ങനെ അതെല്ലാം ഞങ്ങളിതെല്ലാം കഴിഞ്ഞിട്ടാണ് പിന്നെ കുട്ടികളുടെ സെക്ഷനിക്ക് ഞങ്ങൾ പോയിട്ടുള്ളത്. ഇവിടെ പോയി നോക്കുമ്പോൾ കുട്ടികൾക്ക് ജോമെട്രി ബോക്സ് അത് വേണോ ഇത് വേണം എല്ലാം ഒന്നൊന്നും എടുത്ത് കയ്യിൽ പിടിച്ചിരിക്കുക കേട്ടോ. കളേഴ്സും എല്ലാ കളേഴ്സിലും ഉണ്ട് കേട്ടോ ഇവിടെ. അങ്ങനെ കുട്ടികൾക്ക് പിന്നെ ഓരെടുത്താൽ ശരിയാവില്ലല്ലോ. അപ്പോൾ ഞങ്ങൾ തന്നെ ഒന്നൊന്ന് സെലക്ഷൻ ആക്കിയിട്ട് കൈക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ പെട്ടി നിറച്ചും സാധനങ്ങളായിട്ടാണ് കേട്ടോ ഞങ്ങൾ അവിടുന്ന് വന്നിട്ടുള്ളത്. പിന്നെ ഞങ്ങൾക്ക് ഏകദേശം കുട്ടികൾക്ക് ഫുള്ള് ഷോപ്പിംഗ് ഇവിടെ ആയിട്ടുണ്ടായിട്ടില്ല. എൻ്റെ മോൾക്ക് ലഞ്ച് ബാഗ് കിട്ടിയിട്ടുണ്ടായിട്ടില്ല. പിന്നെ എൻ്റെ ആങ്ങളൻ്റെ മോൾക്ക് സ്കൂൾ ബാഗ് കിട്ടിയിട്ടുണ്ടായിട്ടില്ല. അപ്പോൾ ഞങ്ങൾക്കിവിടെ വലിയ മക്കൾക്കെല്ലാം ബാഗെല്ലാം ഇവിടെ തന്നെ കിട്ടിയിട്ടുണ്ടായി കേട്ടോ. എൻ്റെ മോൾക്ക് കോളേജ് ആയതുകൊണ്ട് നല്ല ബാഗ് തന്നെ വേണം, നല്ല ബാഗ് തന്നെ ഇവിടുന്ന് കിട്ടിയിട്ടുണ്ടായി. സഫാരി നല്ല കമ്പനി ബാഗ് വാറൻറ്റി കാർഡെല്ലാം തന്നിട്ടുണ്ടായി കേട്ടോ. അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇങ്ങനെ ഡ്രസ്സുകളുടെ ഇടയിൽ കൂടെ എല്ലാം വന്ന് ഇങ്ങനെ നോക്കിക്കൊണ്ട് പോയതാണ് കേട്ടോ. പെരുന്നാളായിട്ട് ഡ്രസ്സെല്ലാം വാങ്ങിയതുകൊണ്ട് ഞങ്ങൾ ആരും ആ ഡ്രസ്സിന് തൊടാനും കൂടി പോയിട്ടില്ല. പിന്നെ എൻ്റെ ആങ്ങളൻ്റെ മോൾക്ക് 2-3 ഡെയിലി വെയർ വാങ്ങിയിട്ടുണ്ടായി. അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ മെല്ലെ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. ഇനി അവിടെ നിന്നാൽ കയ്യിലത്തെ പൈസ മുഴുവനും കാലിയാവും, പിന്നെ ഒന്നും വാങ്ങാൻ കിട്ടില്ല. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ ചിക്ക്മംഗ്ലൂർ വിട്ടത് കേട്ടോ. ചിക്ക്മംഗ്ലൂരിൻ്റെ ഈ പീടിയിൽ നിന്നാണ് ഞങ്ങൾ വാങ്ങിയിട്ട്. അത്യാവശ്യം കളക്ഷൻ നല്ലതായിട്ടുണ്ട്, നല്ല റേറ്റായുണ്ട്. നല്ല ബാഗൊക്കെയാണ്, നല്ല കമ്പനി ബാഗൊക്കെയാണ്. നല്ല മഴ വന്നിട്ട് നിന്നിട്ടുണ്ടായി കേട്ടോ. നല്ലോണം മഴ പെയ്തിട്ട് നിന്നിട്ടുണ്ടായി. ഞങ്ങൾ പെരന്ന് ഇറങ്ങുമ്പോൾ തുടങ്ങിയ മഴ ഈ ടൈമിലാണ് കുറച്ച് വിട്ടത് കേട്ടോ. ചിക്ക്മംഗ്ലൂരിൽ നല്ല മഴ ഉണ്ടായി ആ ടൈമിൽ. അങ്ങനെ ബാഗൊക്കെ വാങ്ങിയിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ഏകദേശം 5:30 മണി ആയിട്ടുണ്ട് കേട്ടോ. 5:30 മണിയായി. പിന്നെ പെട്ടെന്ന് വണ്ടി കയറി ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചിട്ട് വിട്ടിട്ടുണ്ടായിട്ട് നല്ലോണം തലവേദന ഉണ്ടായി. ചായക്കുടീൻ്റെ ടൈം മീറിയിട്ടുണ്ടായി. ഞങ്ങളത് ചായക്കുടീൻ്റെ ടൈം മീറിയിട്ടുണ്ടായി പറഞ്ഞാൽ ഞങ്ങൾ 4:30-5 മണിയാകുമ്പോൾ ആൾറെഡി ചായ കുടിക്കും. പക്ഷേ ഇതിപ്പോൾ നല്ലോണം ലേറ്റായിട്ടുണ്ടായില്ല. അപ്പോൾ ഞങ്ങൾ എല്ലാവർക്കും നല്ല തലവേദന. അപ്പോൾ ഞങ്ങളൊരു സ്ഥലത്ത് നിർത്തിയിട്ട് ഇത് ഞങ്ങൾ ചിക്ക്മംഗ്ലൂരും എൻ്റെ നാടും നടുക്ക് ഒരു സ്ഥലമുണ്ട് കേട്ടോ, ലക്കിയ പറഞ്ഞിട്ട്. അവിടെ നിർത്തിയിട്ടാണ് ചായ കുടിച്ചത്. ചായ അത്ര കൊള്ളില്ല കേട്ടോ. ഞങ്ങൾ വീട്ടിൽ വെച്ച് കുടിച്ച പോലെ ഒന്നും ആവില്ല. ചായ തീരെ നല്ല ഉണ്ടായിട്ടില്ല. പിന്നെ തലവേദനയൊക്കെ അല്ലേ പറഞ്ഞിട്ട് ഒരു ഗ്ലാസ് എടുത്ത് കുടിച്ചെന്നുള്ളൂ കേട്ടോ. അങ്ങനത്തെ എല്ലാം കഴിഞ്ഞിട്ട് എൻ്റെ ഉമ്മാൻ്റെ ഒക്കെ പാത്രങ്ങൾ വേണമെന്നൊരു ഫസ്റ്റ് തന്നെ പറഞ്ഞിട്ടുണ്ടായിട്ടോ. മുന്നത്തെ ഞങ്ങൾ ഈ പീടിയൊക്കെ വന്നിട്ട് വാപ്പസ് പോയത് ആളില്ല എന്ന് പറഞ്ഞിട്ട്. പക്ഷേ ഇതൊരു പാത്രങ്ങളുടെ സാമ്രാജ്യം തന്നെ പറയാം കേട്ടോ. അത്രങ്ങാനും പാത്രങ്ങളാണ്. ഇത് എൻ്റെ നാട്ടിലുള്ളതാണ് കേട്ടോ, ചിക്ക്മംഗ്ലൂരല്ല. ഇതെൻ്റെ നാട്ടിൽ നിന്ന് ഒരു സിൽവർ പഴയ പാത്രങ്ങളൊക്കെ ഒരു ചാക്കിലിട്ടിട്ട് കൊടുത്തിട്ടുണ്ടായിട്ടോ. ഇവിടെ കൊടുക്കാൻ പറഞ്ഞിട്ട് പാത്രം വാങ്ങാൻ. ഞാൻ ഇവിടുന്ന് റീസെൻ്റായിട്ട് ഈ വലിയ തപാലൊന്നും വാങ്ങിയിട്ടുണ്ടായിരുന്നു. 10 kg ബിരിയാണി വെക്കുന്ന വലിയൊരു പാത്രം. അത് കണ്ടിട്ടാണ് ഇവർ വാങ്ങാൻ വന്നിട്ടുള്ളത്. അതുമല്ലാതെ എൻ്റെ ഉമ്മാൻ്റെ നാട്ടിൽ ഇവിടെ വെച്ച് കമ്പയർ ചെയ്ത് പറഞ്ഞാൽ ഇവിടെ പാത്രത്തിന് റേറ്റ് കുറച്ച് കുറവാണ് കേട്ടോ. അവിടെ നല്ല റേറ്റ് ഉണ്ട്. അപ്പം ഇവിടെ തന്നെ വാങ്ങാമെന്ന് വിചാരിച്ച് ഞാനും പറഞ്ഞ് വിളിച്ചതാണ്. ഇവിടെ തന്നെ വാങ്ങാം, അവിടെ കൊടുക്കണ്ട, അവിടേക്ക് കൊണ്ടുവരിക. അങ്ങനെ ഒരു വലിയ പാത്രം വാങ്ങാൻ വന്ന ആൾ ഇവിടെ കണ്ടപ്പോൾ ഉണ്ടല്ലോ ഇവർക്ക് സെറ്റ് പാത്രം വാങ്ങണമെന്നായി. അപ്പോൾ ഈ താഴെ വെച്ചിട്ടുണ്ടല്ലോ ഈ സെറ്റാണ് ഒരു വാങ്ങിയത്. 5 പാത്രം കേട്ടോ, 6 പാത്രം കേട്ടോ. അതിൻ്റെ മൂടിയെല്ലാം ഉണ്ട് കേട്ടോ. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് വീട്ടിൽ വന്നപ്പോൾ അതിൻ്റെ മക്കൾസിൻ്റെ ബാഗാണ് കേട്ടോ. മോളുടെ ബാഗും ലഞ്ച് ബാഗും കളർ എനിക്ക് ഇഷ്ടപ്പെട്ട് എടുത്തതാണ് കേട്ടോ. ഇപ്പോൾ എല്ലാം ഇങ്ങനത്തെ മോഡലാണ് പറഞ്ഞതുകൊണ്ട് ഞാൻ ഇങ്ങനത്തെ എടുത്തതാണ്. എത്ര ദിവസം വരുമെന്നൊന്നും അറിയില്ല ഇത്. പിന്നെ മക്കൾസിന് ആൺകുട്ടികൾക്ക് 2 ബാഗും പെൻസിലും പിന്നെ ഇത് ജോമെട്രി ബോക്സും അങ്ങനത്തെ ഒക്കെ കുറേ സാധനം വാങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ എൻ്റെ ബാക്ക് ടു സ്കൂൾ ഷോപ്പിംഗ് വീഡിയോ. അപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നോക്കാം കേട്ടോ. ഒന്ന് ചെറുതായിട്ടൊന്ന് സപ്പോർട്ടും ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലേ എനിക്കിന്ന് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെ സപ്പോർട്ട് എനിക്ക് വേണം. നിങ്ങളെല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്താൽ എനിക്കും വീഡിയോ ഇടാനുള്ള ഒരു ഇൻട്രസ്റ്റ് ഒക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒന്ന് അയച്ചു കൊടുക്കാം കേട്ടോ. ഓർക്കും പറയാം, സബ്സ്ക്രൈബ് ചെയ്യാനൊന്ന് പറയാം കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയുള്ള ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.